Hello children, how you all? Sukhana. We will start today's class. So transporting system, ഗതാഗതം അല്ലേ? എന്തിനാണ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്? ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകാം, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വി യൂസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റംസ്. ഞാൻ ചോദിക്കുന്നത്, ഇൻസൈഡ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടോ? അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. യെസ്, ഇറ്റ് ഈസ് ദെയർ. ബ്ലഡ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരം മൊത്തം ഇറ്റ് ഈസ് സർക്കുലേറ്റിംഗ് ത്രൂ ഔട്ട് ദ ബോഡി അല്ലേ? ദിസ് ബ്ലഡ് ആക്ട് ആസ് എ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിനകത്ത് സാധനങ്ങൾ കോശങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് കൊണ്ടുപോകുക, ഫ്രം ഓർഗൻസ് ടു സെൽ ആൻഡ് ക്യാരിങ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ് ഈസ് ഡൺ ബൈ ബ്ലഡ്. എന്തൊക്കെയാണ് ബ്ലഡിലേക്ക് വരുന്നത്? കുറച്ച് നോക്കാം. സി, carbon dioxide as a part of cell respiration. Carbon dioxide is produced in all cells. This carbon dioxide should be expelled from our body. The same way, as a part of digestion of proteins, as a byproduct, urea is produced in the liver. From the liver, this urea is also enters into the blood. Then, as a result of digestion, nutrients are absorbed to the blood from the small intestine. These particles must be also transported to all cells of our body. Then, from the lungs, by the process of respiration, oxygen is taken inside. This oxygen is needed to all cells in our body. This oxygen is also transported by the blood to the different parts of our body. ഇവിടെ നമ്മൾ 4 എക്സാമ്പിളാണ് നോക്കിയത്. അതിൽ 2 ദാറ്റ് ഈസ് യൂറിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇറ്റ് ഷുഡ് ബി എക്സ്പെൽഡ് ഫ്രം അവർ ബോഡി. ഈ കാർബൺ ഡയോക്സൈഡും യൂറിയയും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. അതെന്ത് ചെയ്യണം? ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയണം. അതേസമയം ന്യൂട്രിയൻസും ഓക്സിജനും കോശങ്ങൾക്ക് ആവശ്യമാണ്, കോശങ്ങളിൽ എത്തിക്കണം. ദിസ് ഈസ് ഡൺ ബൈ ഹൂം? ബ്ലഡാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഹൗ ദിസ് യൂറിയ ഓർ കാർബൺ ഡയോക്സൈഡ് ഈസ് എക്സ്പെൽഡ് ഫ്രം അവർ ബോഡി. അപ്പം നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് മസ്റ്റ് ബി എക്സ്പെൽഡ് ഫ്രം അവർ ബോഡി. ദാറ്റ് പ്രോസസ്, എക്സ്പെല്ലിംഗ് ഓഫ് വേസ്റ്റ് ഫ്രം അവർ ബോഡി ഈസ് നോൺ ആസ് എക്സ്ക്രീഷൻ ഓർ വിസർജനം. അപ്പം ഇനി അതിനെക്കുറിച്ചാണ് പഠിക്കണം. വിസർജനം, എന്തിനാണ് നമ്മൾ വിസർജിക്കുന്നത്? നമുക്കുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഡ്യൂ ടു ഡിഫറെൻറ്റ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ശരീരത്തിൽ നടക്കുന്ന നിരവധി രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഒരുപാട് നല്ലതും ചീത്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നല്ലത് വി ഷുഡ് അബ്സോർബ് ടു അവർ ബ്ലഡ് ആൻഡ് അവർ സെൽസ്. ബാക്കിയുള്ള വേസ്റ്റ് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി എക്സ്ക്രീറ്റഡ് ഓർ എക്സ്പെൽഡ് ഫ്രം അവർ ബോഡി. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് എക്സ്ക്രീഷൻ. ഓക്കെ, നൗ വി വിൽ സീ വിച്ച് ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്. ഏതൊക്കെയാണ്? സ്കിൻ, ലിവർ, ലങ്സ്, കിഡ്നി, and in the alimentary canal, large intestine and rectum. These also help in the expelling of waste. These are the main excretory organs in human being. So skin, this is the biggest excretory organ or biggest organ in our body. It is continuous in throughout our body, so it is the biggest one. Okay, through the sweat, വിയർപ്പ് വഴിയാണ് നമുക്ക് ആവശ്യമില്ലാത്ത വെള്ളവും സാൾട്ട് ഒക്കെ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത്. വേറൊരു നമുക്കിപ്പം മെയിനായിട്ട് പഠിക്കാനുള്ള വി വിൽ സി കിഡ്നി, വൃക്കകൾ. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, A pair of bean-shaped kidneys together receive around 25% of the blood pumped by the heart because it filters blood employing small filtration unit, nephrons, to remove toxic waste. Inside the kidney, the outer deep red part named cortex is rich in blood capillaries, and blood is filtered by nephrons, Bowman's capsule in the cortex. The inner part, the medulla, is pale, and this pyramid-like renal pyramids have bulk nephron tubules which carry the filtrate liquid.
After reabsorption of essential materials in tubules, the liquid that reaches renal pelvis is urine. Ureter originates from renal pelvis. Ureter carry it to bladder for storing until the person urinates. Thus, kidney processes around 180 liter blood per day, producing 1 to 2 liter urine, assuming you drink minimum 3 liter water per day. Kidneys are bean-shaped structures which are our main excretory organ. Here, the impure blood. Impure means in the sense we have told that from the liver by the digestion of proteins urea is formed. That urea, then other salts and excess water which enters through the blood vessel into the kidney. You know, blood vessel, there are mainly 3 types are there. That is an artery, vein and capillaries. Artery means pure blood is flowing, that vein means impure blood, capillaries means രക്തലോമികൾ, അത് ഓർഗൻസിലേക്ക് കയറുമ്പോൾ വളരെ ചെറിയ ചെറിയ ആയിട്ട് ബ്രാഞ്ച് ആവും, ദാറ്റ് ഈസ് കാപ്പിലറീസ്. ഇതിൽ വെയിൻ അശുദ്ധ രക്തം, 1-2 വെയിനുകൾ ശുദ്ധരക്തം ഓടുന്നുണ്ട്, അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അതുപോലെ ആർട്ടറിയിലും ശുദ്ധരക്തമാണ്. എന്നാൽ ചിലതിൽ വളരെ റെയറായിട്ടുള്ളതിൽ എന്താണ് ഇമ്പ്യൂർ വരുന്നുണ്ട്, അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് കൂടുതൽ അടങ്ങിയ ബ്ലഡ് എന്ത് ചെയ്യുന്നു, എൻറ്റേഴ്സ് ഇൻ ടു ദ കിഡ്നി ത്രൂ ദ ബ്ലഡ് വെസൽസ്. കിഡ്നിയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു, ഇറ്റ് ഈസ് ഫിൽറ്റേർഡ്, അവിടെ വെച്ച് അരിച്ചു മാറ്റപ്പെടുന്നു. ഈ വേസ്റ്റുകൾ അവിടെ നെഫ്രോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, വേസ്റ്റ്, സാൾട്ട്, എക്സസ് ഓഫ് വാട്ടർ ആർ റിമൂവ്ഡ് ഫ്രം ദെയർ. അതെന്ത് ചെയ്യുന്നു, യുറേറ്റർ എന്ന ഇതിലൂടെ എന്ത് ചെയ്യുന്നു, അത് യൂറിനറി ബ്ലാഡറിലെത്തുകയും യൂറിനറി ബ്ലാഡറിൽ ഇത് യൂറിയ, സാൾട്ട്, എക്സസ് വാട്ടർ, അതിനാണ് നമ്മൾ യൂറിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും അത് നിറയുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂറിനേറ്റ്, അത് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അപ്പോൾ രക്തത്തിലുള്ള യൂറിയ, ആവശ്യമില്ലാത്ത സാൾട്ട്, അധികമുള്ള ജലം എന്നിവയാണ് ഈ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നത്. കുട്ടികളെല്ലാം ഒരു ദിവസം എന്ത് ചെയ്യണം, 1.5 ലിറ്ററോളം വെള്ളം കുടിക്കണം. മുതിർന്നവരാണെങ്കിൽ 3 ലിറ്ററോളം വെള്ളം കുടിക്കണം. ബിക്കോസ് യൂറിൻ്റെ തന്നെ ഒരു മേജർ പോർഷൻ എന്താണ്, വാട്ടറാണ്. അപ്പോൾ അധികം വാട്ടർ നമ്മളിങ്ങനെ ശരീരത്തിൽ നിന്ന് പോയാൽ നമുക്ക് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകുന്നു. വേനൽക്കാലത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കും, വിയർക്കുന്നു, ഒരുപാട് വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് സം ഇൻഫെക്ഷൻസ്, അങ്ങനെ അസുഖങ്ങളൊക്കെ വരുത്താനൊക്കെ ചാൻസ് ഉണ്ട്. സോ കിഡ്നി ഈസ് എ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ അവർ ബോഡി, ഓക്കെ, വിച്ച് പ്യൂരിഫൈസ് ദ ബ്ലഡ്, അല്ലെ ഇറ്റ് ഫിൽറ്റേഴ്സ്. ഏകദേശം 150 ലിറ്ററോളം ബ്ലഡിനെ ഒരു ദിവസം ഈ 2 കിഡ്നികളും കൂടെ ഫിൽറ്റർ ചെയ്ത് മാറ്റി പ്യുവറാക്കി വിടുന്നുണ്ട്. ഓക്കെ.